hi, and welcome to yet another wonderful episode of my YouTube channel, Shivada Official. ഇന്നിപ്പോൾ ഈ ഒരു കോലത്തിൽ എന്താണെന്നുള്ള വിചാരിക്കേണ്ട, വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ പോസ്റ്റ് വർക്കൗട്ട് മീൽ എടുക്കാൻ പോകുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ഉണ്ടാക്കിയല്ലോ എന്ന്. കാരണം കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചിരുന്നു, ചേച്ചി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, യോഗ എന്തായിരിക്കും, എന്ത് വീഡിയോ, യോഗ എന്തൊക്കെയാണ് ചെയ്യുന്നത്, പ്രീ വർക്കൗട്ട് മീൽ, പോസ്റ്റ് വർക്കൗട്ട് മീലൊക്കെ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ യോഗയുടെ വീഡിയോ ഞാൻ പതുക്കെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇന്നിപ്പോൾ ജിമ്മിലാണ് പോയത്. ഇടയ്ക്ക് ജിമ്മും ഉണ്ട് കേട്ടോ, യോഗ ഡാൻസ് കൂടാണ്, ഇടയ്ക്ക് ജിമ്മുണ്ട്. പക്ഷേ ജിമ്മിൽ ഇന്ന് ചെയ്തത് ഒരു 1.5 hours വർക്കൗട്ട് ചെയ്തു. ഹോൾ ബോഡി ആയിട്ടാണ് ചെയ്തത്. കാരണം കുറച്ച് വെയിറ്റ് ലിഫ്റ്റിങ്ങും അതേപോലെ കുറച്ച് വെയ്റ്റ്സും വെയിറ്റ് ട്രെയിനിങ് ഉണ്ടായിരുന്നു, കുറച്ച് കാർഡിയോ, കുറച്ച് സ്ട്രെച്ചിങ്, പിന്നെ കുറച്ച് ത്രെഡ്മിൽ, അങ്ങനെ എല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ടാണ്. കാരണം എനിക്ക് ഹെൽത്തിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ മൊത്തത്തിൽ കമ്പൈൻഡ് ആയിട്ട് ഒരു 1.5 hours വർക്കൗട്ട് ചെയ്തു. ഇപ്പോൾ വർക്കൗട്ടിന് മുന്നേ ഞാൻ ഇന്ന് കഴിച്ചിട്ട് പോയത്, പ്രീ വർക്കൗട്ട് മീലായിട്ട് കഴിച്ചത് 3 എഗ്ഗായിരുന്നു. അത് ഒരെണ്ണം ഹോളായിട്ട് തന്നെ എടുത്തു, യോക്കും എഗ് വൈറ്റും കൂടെ ചേർത്തിട്ട്. ബാക്കി 2 എഗ് വൈറ്റ് ആയിട്ട്. യൂഷ്വലി എല്ലാവരും പറയും എഗ് വൈറ്റ് കൺസ്യൂം ചെയ്യുന്നത് നല്ലതെന്ന്. പക്ഷെ ഞാൻ ലൈക്ക് പ്രോട്ടീൻ ഒരുപാട് ഞാൻ നോൺ വെജ് കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ കണ്ടൻറ്റും കൂടി ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ എഗ് വൈറ്റിൻ്റെ ഒപ്പം തന്നെ എഗ് യോക്കും കൂടി ഞാൻ കഴിച്ചു വരണം. പിന്നെ ഞാനിപ്പോൾ പോസ്റ്റ് വർക്കൗട്ട് മീലായിട്ട് എടുക്കാൻ പോകുന്നത് ഇതാണ്. ഇതിപ്പോൾ എന്താണെന്നുള്ള ആർക്കും മനസ്സിലായി കാണില്ല, ഞാൻ കാണിച്ചു തരാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എടുത്തേക്കുന്നത് സ്പ്രൗട്ട്സ് ആണ്. സ്പ്രൗട്ട്സ് എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ചെറുപയർ മുളപ്പിച്ചതാണ്. ഇത് തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കും. രാവിലെ മുതൽ ഒരു 8 to 10 hours, അതായത് വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒരു 2 hours കൂടുമ്പോൾ ഇങ്ങനെ കളഞ്ഞ് നന്നായിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കും. എന്നിട്ട് രാത്രിയാകുമ്പോൾ സ്പ്രൗട്ട് ചെയ്യാൻ വയ്ക്കുന്ന പാത്രം ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് വെച്ചേക്കും. അപ്പോൾ മോർണിംഗ് ആകുമ്പോഴത്തേക്കും നന്നായിട്ട് മുള വരും. ഇതുണ്ടോ, കാണാൻ പറ്റുന്നുണ്ട്? അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂണാണ്. നന്നായിട്ട് കൂമ്പിച്ച് 2 ടേബിൾ സ്പൂൺ സ്പ്രൗട്ട്സ് എടുത്തു. അതിൻ്റെ കൂടെ ഹാഫ് എ പീസ് ഓഫ് കുക്കുംബർ, ചെറിയൊരു പീസ് കേട്ടോ, ചെറിയൊരു പീസ് ഓണിയൻസ് കട്ട് ചെയ്ത്, പിന്നെ ചെറിയൊരു പീസ് എന്താ പറയുക, ടൊമാറ്റോ, വായിൽ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇട്ട് വെച്ചിട്ട് ഓൾറെഡി മിക്സ് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സീഡ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് ചിയ സീഡ്സ് ആണ്. യൂഷ്വലി ഞാൻ ചിയ സീഡ്സ് എന്തെങ്കിലും ഹെൽത്ത് ഡ്രിങ്ക് ഒക്കെ ഇടുമ്പോഴാണ് ഞാൻ യൂഷ്വലി ചിയ സീഡ്സ് ആഡ് ചെയ്യാറ്. കാരണം അത് ഇങ്ങനെ വാട്ടർ കണ്ടൻറ്റ് അബ്സോർബ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫുൾ ബെനിഫിറ്റ് കിട്ടുകയെന്ന് പറയും. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ചിയ സീഡ്സ് ആഡ് ചെയ്യണം. ഇതൊരു ജസ്റ്റ് ഒരു ടീസ്പൂണിൽ കുറച്ച്, മേ ബി ഒരു 1/4 ടീസ്പൂൺ. ആൻഡ് ദെൻ ഒരു ടീസ്പൂൺ ഓഫ് നമ്മുടെ ഫ്ലാക്സ് സീഡ്. എന്താണ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്? ഓക്കെ, ഒന്ന് വൈപ്പ് ചെയ്യണേ. ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശമുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഫ്ലാക്സ് സീഡ് ആൻഡ് ദെൻ കുറച്ച് സൺഫ്ലവർ സീഡ്സ്. നിങ്ങൾക്ക് എന്തൊക്കെ സീഡ്സ് ആൻഡ് വെജിറ്റബിൾസ് ആണോ അവൈലബിൾ അതൊക്കെ ഇടാം. കുറച്ച് പ്രോട്ടീൻ എന്തായാലും വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് മുളപ്പിച്ചെടുത്തത്. എനിക്ക് നോൺ വെജിനേക്കാളും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുക വെജാണ്. ഇത് കുറച്ച് പംകിൻ സീഡ്സ്. അപ്പോൾ ഇത്രയും ഞാൻ ഇട്ടു. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് പെപ്പർ ഞാൻ ഗ്രൈൻഡ് ചെയ്തിടാണ്. ഒരു നുള്ളട്ടോ, ഒത്തിരി ഒന്നുമില്ല, കുറച്ച് ഫ്രഷ്ലി ഗ്രൗണ്ടഡ് പെപ്പർ. പിന്നെ ഒരു നുള്ള് ഉപ്പ് ചേർത്തില്ലെങ്കിൽ അത്രയും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയും വെയിറ്റ് ലോസിൻ്റെ സമയത്ത് ഷുഗർ കണ്ടൻറ്റ് കുറയ്ക്കണം. ഷുഗർ കണ്ടൻറ്റ് മാത്രമല്ല, ഉപ്പിൻ്റെ അളവും കൂടെ കുറച്ചാലാണ് നമുക്ക് മാക്സിമം ബെനിഫിറ്റ്സ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് മാക്സിമം കുറച്ചിട്ട്, പിന്നെ ലാസ്റ്റായിട്ട് ഹണി ഓപ്ഷണലാണ്. ഇതിനകത്തും ചെറിയൊരു മധുരമുണ്ട്, ഇപ്പോൾ വാങ്ങിക്കുന്ന ഹണിയല്ല, പക്ഷേ ഇത് നാടൻ തേനാട്ടോ. ഇത് ഗവൺമെൻറ് ഓഫ് കേരളയുടെ തന്നെ ഒരു പ്രൊഡക്റ്റാണ്. ഞാനിപ്പോൾ വളരെ കുറച്ച്, ഇത് കണ്ടോ, ഒരു ടീസ്പൂണിൻ്റെ ഒരു 1/4 ടീസ്പൂൺ അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ടേസ്റ്റിന്, എനിക്ക് ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഹണിയിൽ. അപ്പോൾ അതുകൊണ്ട് ആഡ് ചെയ്യാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലിപ്പോൾ പ്രോട്ടീൻ കണ്ടൻറ്റ് ഉണ്ട്. നമ്മൾ വെയിറ്റ് ലോസിനൊക്കെ പ്ലാൻ ചെയ്യുമ്പോണ്ടല്ലോ, ഞാൻ ചില ദിവസങ്ങളിൽ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് ഇതന്നെ കഴിക്കും. ഇതിനകത്തിപ്പോൾ കുറച്ചേ എടുത്തുള്ളൂ, ഒരു 2 ടേബിൾ സ്പൂൺ വെച്ചിട്ട് എടുത്തിട്ടുള്ളൂ. മേ ബി ഇതിൻ്റെയൊക്കെ 2 ടേബിൾ സ്പൂൺ സ്പ്രൗട്ട്സാണ് എടുത്തത്, ബാക്കി വെജീസൊക്കെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് ഇത് ഒരു മീലായിട്ട്, ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകിട്ടോ മീലായിട്ട് ഞാൻ കഴിക്കുന്ന സമയത്ത് ഇതിലെ കണ്ടൻസ് ഒക്കെ നന്നായിട്ട് കൂട്ടും. സോ സ്പ്രൗട്ട്സ് ഒരു 2 ടേബിൾ സ്പൂൺ എന്നുള്ളത് മേ ബി ഒരു 4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ആക്കും. പിന്നെ അതേപോലെ തന്നെ മാക്സിമം വെജീസ്, ഇതിപ്പോൾ കുക്കുംബറും അതേപോലെ തന്നെ ടൊമാറ്റോ ആൻഡ് ഒണിയൻസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ക്യാപ്സിക്കം, ബ്രോക്കലി, അതേപോലെ ക്യാരറ്റ്, എന്തൊക്കെ അവൈലബിൾ ആണോ അതൊക്കെ ഞാൻ ഇടാറുണ്ട്. ആൻഡ് നിങ്ങൾക്കൊരു ഓപ്ഷനായിട്ട് വേണമെങ്കിൽ ചിക്കൻ്റെ ബ്രെസ്റ്റോ, വേവിച്ച ചിക്കൻ ബ്രെസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ചിലപ്പോൾ പനീർ അല്ലെങ്കിൽ ടോഫു ആഡ് ചെയ്യാറുണ്ട് കേട്ടോ.
അപ്പോൾ അതൊരു വലിയൊരു മീലായിട്ട് ഒരു വലിയൊരു ബൗളായിട്ട് കഴിച്ച് കഴിയുമ്പോൾ വയറ് നല്ല ഫുള്ളായിരിക്കും. ആൻഡ് മോർ ഓവർ ഇതിൽ കാർബ്സിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കുറവാണ് യൂഷ്വൽ കഴിക്കുന്ന മീലിനേക്കാളും. പ്രോട്ടീനും ആൻഡ് ഇറ്റ് ഇസ് എ വെൽ ബാലൻസ്ഡ് ആയി. അപ്പോൾ വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വേണമെങ്കിൽ മീലായിട്ട് കുറച്ചുകൂടെ ലാർജർ ക്വാണ്ടിറ്റിയിൽ കഴിക്കാം. ഇതിപ്പോൾ പക്ഷേ ഞാൻ പോസ്റ്റ് വർക്കൗട്ട് മീലായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബൗള് ശരിക്കും പറഞ്ഞത് എനിക്ക് കൂടുതലായിരിക്കും. ഒരു 2 or 3 കുറച്ച് സ്പൂൺസ് 2 or 3 ടേബിൾ സ്പൂൺസ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ വയറ് നിറയും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ വെയിറ്റ് ലോസിനുള്ള എൻ്റെ പോസ്റ്റ് വർക്കൗട്ട് മീലിൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആസ് യൂഷ്വൽ പറയുന്ന പോലെ തന്നെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, keep smiling, keep shining, and don't forget to subscribe. Bye bye.